എന്താ മുത് വളച്ചിരിക്കുന്ന കുഴപ്പം? എങ്ങനെ ഇരിക്കുക? സെറ്റാണോ? അപ്പൊ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല മഴ പെയ്യാൻ പോവാണ് കേട്ടോ. എന്റെ പേരുണ്ടല്ലോ രശ്മി എന്നാണ്. ആദ്യം തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് വലിയൊരു താങ്ക്സ് പറയാം. വെറും 2 ആഴ്ച കൊണ്ട് നമുക്ക് 2K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരുടെ അടുത്തും ഞാൻ എന്റെ ഹൃദയത്തെ തൊട്ട് നന്ദി പറയാൻ കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത്രയും വലിയ സന്തോഷം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു കുഞ്ഞു വ്ലോഗായിട്ട് വന്നിട്ടുള്ളത് തന്നെ. ഇന്ന് നമ്മൾ രസമാണ് കറിയിക്കുന്നത്. ഞാൻ വലിയ 2 തക്കാളിയിൽ കല്ലുപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് കൈയും വെച്ച് നല്ല കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. രസത്തിക്ക് ഞാനുണ്ടല്ലോ ഈ ഒരു കൂട്ടാണ് ചതച്ചിടല് കേട്ടോ. കുരുമുളകും ഉലുവയും ജീരകവും പിന്നെ കുറച്ചധികം വെളുത്തുള്ളി ഉണ്ടേലും മല്ലിച്ചപ്പും. പരിപ്പ് അധികം ഇടലില്ല, വല്ലപ്പോഴൊക്കെയാണ് പരിപ്പ് കൂട്ടി രസമാക്കുള്ളൂ. അപ്പൊ നമ്മള് രസമൊക്കെ ആക്കാനുള്ളത് റെഡിയാക്കി വെച്ചിട്ട് മല്ലിച്ചപ്പ് ഉണ്ടായിരുന്നില്ല, അതിന് പകരം ഇമ്മളോടുള്ള ഒരു തരം മല്ലിച്ചപ്പ് എടുക്കാൻ പോയ അതാണ് ഈ വെയിലുകൊണ്ട് മഞ്ഞച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ 2-3 കുഞ്ഞിലൊക്കെ പൊട്ടിച്ചതാ എടുത്ത് വെച്ചിട്ടുണ്ട്. സാധാരണ ഞാൻ വെളുത്തുള്ളിയൊക്കെ നേരെയാക്കി ഡപ്പയിലാക്കി ഫ്രിഡ്ജിൽ വെക്കലുണ്ട്. അതാകുമ്പോൾ നമുക്ക് എളുപ്പമാണ്. ഇതുപോലെ രസം ഉണ്ടാക്കണമെങ്കിലും മീനിക്ക് ഇറച്ചിക്ക് എന്തൊക്കെയായാലും അതിന് വേറെ എടുത്തിട്ട് ചതക്കുകയൊക്കെ ചെയ്താൽ മതിയല്ലോ. അത് കഴിഞ്ഞു. അതാണ് ഇപ്പൊ മെനക്കേട്. അത്യാവശ്യത്തിന് അപ്പ ആക്കണമല്ലോ. അപ്പളേ ഇന്ന് നമ്മൾ കുറച്ച് അധികം രസമാക്കുന്നുണ്ട്. നാളെ നമുക്ക് പെരുന്തമണയ്ക്ക് ഒന്ന് പോകണം രമേശേട്ടനെ കൊണ്ട് ഡോക്ടറെത്തിക്ക്. അപ്പൊ നാളെ കൂട്ടാൻ വയ്ക്കൊന്നും നേരം കിട്ടൂല. നമ്മൾ അധികം രാവിലെ ഒരു 6-6:30-7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇറങ്ങും. അന്ന് വിചാരിച്ച് ഞാൻ ഇന്ന് ഇത്തിരി തോനെ രസമാക്കുകയാണ്. മീനും ഇറച്ചിയൊന്നും വേണ്ട വെച്ചിട്ടാണ്. ഇപ്പൊ മീനൊക്കെ മേടിക്കുകയാണെങ്കിലും മീനും വെച്ച് ഇത്തിരി തോനെ കൂട്ടാൻ വെച്ചാൽ സുഖമാണ് 2 ദിവസത്തേക്ക്. പക്ഷെ ഏട്ടനിപ്പോ മീനും ഇറച്ചിയൊന്നും കൊടുക്കണ്ട വെച്ചിട്ടാണ് കേട്ടോ. എന്താന്നൊക്കെ ഞാൻ വരുന്ന വീഡിയോയിൽ പറയാം. അത് വലിയ തക്കാളിയാ, അത് കൈയും വെച്ച് നല്ലോണം കുഴച്ചതുകൊണ്ട് തന്നെ അതിൽ ആ തക്കാളിയുടെ കഴമ്പൊന്നും ഒട്ടും ഉണ്ടാവൂല. ഇനി നമുക്ക് ആ പുളിവെള്ളം നല്ലോണം തിളപ്പിച്ച് കുറുക്കിയിട്ട് രസക്കൂട്ടാണ് തട്ടിക്കൊടുക്കുക. ഒന്നുകൂടെ തിളപ്പിക്കുക, കടുക് വറുത്തിടുക. അത്രേ ഉള്ളൂ പണി. രസം ഉണ്ടല്ലോ കുക്കറിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റൂ കേട്ടോ. ചിലപ്പോ ഞാൻ അങ്ങനെ ആക്കുക. അപ്പൊ നമ്മള് രസത്തിക്ക് പാകത്തിന് വെള്ളമൊക്കെ ആക്കി അതെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അടുക്കളയിൽ എന്റെ റിംഗ് ലൈറ്റ് കാണുന്നത് ഞാൻ ഓഫാക്കാൻ വേണ്ടിയിട്ട് മറന്നേന്നു. നല്ല വലിയ റിംഗ് ലൈറ്റ് ആണ്. പക്ഷെ അതിന്റെ കാലൊക്കെ ഏകദേശം ഒടുങ്ങി തൂങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പൊ അതെന്തെങ്കിലും മാറ്റേണ്ടി വരും. തൽക്കാലം അങ്ങനെ ഓടിച്ചു പോവുകയാണ്. ഇടയിൽ അടുക്കളയിൽ പോയിട്ട് രസം അടുപ്പത്താക്കിട്ടോ. ഇനിയിപ്പൊ അതൊന്ന് തിളച്ച് കുറുകണ്ടേ. പിന്നെ അതിന്റെ ഇടയിൽ ഉപ്പേരിക്കുള്ളത് നുറുക്കുകയാണ്. നമ്മളെ തൊടിയിൽ തന്നെ ഉണ്ടായ കുഴക്കയാണ്. ഒരു 8-10 കിട്ടി. നല്ലൊരു ഉപ്പേരി ആവട്ടോ. 8-10 കുഴക്കാണെങ്കിലും എന്താ വെച്ചാൽ നല്ല പൊടുന്നനുള്ള കുഴക്കയാണ്. ഇത്തിരി ചുവപ്പ് കളർ ആയിരുന്നു 1-2 എന്നാലും ഞാനതെല്ലാം കൂട്ടി പെറുക്കി നുറുക്കിയിട്ടുണ്ട്. എന്നാലേ ഒരു ഉപ്പേരിക്ക് തികയുള്ളൂ. അതുപോലെ ഇതും നമ്മളെ തൊടിയിലുണ്ടായ പച്ചമുളകാണ്. നല്ല മൂത്തിട്ടില്ല, എരിവും കുറവാണ്. അപ്പൊ ഞാൻ അതിന്റെ നെടുക ഇങ്ങനെ തുളച്ചിട്ട് ചെറിയ ഉപ്പ് ഉണ്ടാവില്ലേ, അതായത് പൊടിപ്പ്, അത് അതിന്റെ ഉള്ളിൽ കുത്തി നിറച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാകുമ്പോ നല്ല ഉപ്പ് പിടിച്ചോളൂല്ലോ. എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് ഇങ്ങനെ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത് കഴിഞ്ഞാൽ ചോറിന് ഇങ്ങനെ കടിച്ചു വിട്ടാൽ നല്ല സ്വാദാണ് കേട്ടോ. ഇമ്മക്കിപ്പോ ഈ മഴക്കാലത്തെ മുളകായാലും കയപ്പയായാലും ഒക്കെ കൊണ്ടാട്ടാക്കാനൊക്കെ പാടാണ് ഉണങ്ങി കിട്ടാൻ. അപ്പൊ മഴക്കാലത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പ കൊണ്ടാട്ടം ഇത് അതുപോലെയാണ്. അപ്പൊക്കപ്പോ നമ്മള് മുളകാച്ചാൽ കീറി ഉപ്പ് നിറച്ചിട്ട് അവിടെ വറുത്തെടുക്കുക. അല്ല മുളക് അങ്ങനെ പറ്റുള്ളൂ അല്ലേ, വെള്ളമൊന്നും അങ്ങനെ പറ്റൂലല്ലോ. പിന്നെ പറ്റൂട്ടോ, നമ്മൾ ഉപ്പേരി വെക്കൂലേ കായ്പയ്ക്കയും പയറൊക്കെ, ഉപ്പേരി വെച്ച് വരുന്ന ബാക്കി ഉപ്പേരി ഉണ്ടാവൂലേ, അതിങ്ങനെ വീതനക്കണ്ണിയിൽ ഇടുക. അടുപ്പുള്ളവർക്കേ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ആ വീതനക്കണ്ണിയിൽ ഇടുമ്പോ അതിങ്ങനെ മൂത്ത് വരുമല്ലോ ചെറുതായിട്ട്. എന്നിട്ട് അത് എണ്ണയിൽ വറുത്താലും നമുക്ക് അപ്പൊ ഫ്രഷ് ആയിട്ട് കൊണ്ടാട്ടാക്കാൻ പറ്റും. പണ്ട് അമ്മയൊക്കെ അങ്ങനെ ചെയ്തിരുന്നു. എനിക്ക് അടുപ്പില്ലാത്തതുകൊണ്ട് ഇപ്പൊ അങ്ങനെ ചെയ്യലില്ല. അടുപ്പ് പണി കഴിഞ്ഞിട്ട് വേണം അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. നമ്മളെ രസമൊക്കെ നല്ല രീതിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. തക്കാളി ഓൾറെഡി നമ്മള് ഉടച്ച് വേവിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ ഒരു കറിയാവും. ഇന്ത്യയിലുണ്ടല്ലോ കറി വെക്കാനുള്ള ചട്ടി ഇല്ല. ചട്ടി ഉണ്ടായിരുന്നു മുന്നേ, അതൊക്കെ പൊട്ടി. പിന്നെ ഇപ്പൊ അടുപ്പില്ലാത്ത കാരണം കൊണ്ട് ഞാൻ ചട്ടി മേടിക്കാൻ കൂട്ടാക്കും ചെയ്തില്ല. നമ്മളെ അടുത്തുള്ള ഇതുപോലത്തെ അടുക്കളിലാണ് കൂട്ടാനാക്കല്. കുക്കറിൽ വെച്ചിട്ട് പിന്നെ ഒഴിച്ചു മാറ്റുമല്ലോ വേറെ പാത്രത്തേക്ക് അങ്ങനെയൊക്കെ. അപ്പൊ അതും അടുപ്പ് പണി കഴിഞ്ഞിട്ട് വേണം കേട്ടോ മേടിക്കാനും സ്വരുക്കൂട്ടാനൊക്കെ. എനിക്ക് നല്ല ഇഷ്ടാ ചട്ടിയുടെ പാത്രത്തിൽ ചോറ് വെക്കാനും കൂട്ടാൻ വെക്കാനും വറക്കാനും ഒക്കെ. അപ്പൊ അതൊക്കെ ഇങ്ങനെ മനസ്സിൽ പ്ലാൻ ഇട്ടിട്ടുണ്ട്. ഒക്കെ മേടിക്കണം എന്നുള്ളത്. എവിടെയെങ്കിലൊക്കെ പോകുമ്പോ ഇങ്ങനെ നോക്കി വെക്കും കേട്ടോ. അപ്പൊ നമ്മളെ രസമൊക്കെ ആയിക്കഴിഞ്ഞാല് അതില് ഉലുവയും കായം കൂടെ പൊടിച്ചിട്ട് അതൊരു ഇച്ചിരി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു മണമൊക്കെ ഉണ്ടാവും, ഒരു പ്രത്യേക സ്വാദൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയും വേണേ ചെയ്യാം. ഞാൻ ചെയ്യലുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ കുഴക്കപ്പേരി ആയിട്ടുണ്ട്. അത് കുറെ നേരം എണ്ണ കിടന്ന് ഇങ്ങനെ വഴിച്ച് എടുത്താലാണ് ഉണ്ണികൾക്കൊക്കെ നല്ല ഇഷ്ടം. ജസ്റ്റ് നമ്മൾ ഇതുപോലെ വേവിച്ചെടുത്താൽ ഒരു ഇച്ചിരി തന്നെ കഴിക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പറ്റണമാതിരിയൊക്കെ ആക്കി. എന്താ വെച്ചാൽ നട്ടുച്ചയായിരുന്നു നേരം. ഞാൻ രാവിലെ തിരുമ്പാൻ നിന്നിട്ട് ഉച്ചയാകുമ്പോഴത്തേക്കുള്ള കാര്യങ്ങളാക്കാൻ നല്ല രീതിയിൽ വഴുകിയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ അത്രയൊക്കെ എന്താ
മതിയെന്ന് കരുതി നിൽക്കാണ്. ഓല് വിശന്നിട്ട് വയ്യാറിന് അടുക്കളയിൽ 3-4 വട്ടം എത്തി നോക്കിട്ടോ. അപ്പൊ നമ്മള് കൊണ്ടാട്ടം വറുത്ത് ഉപ്പേരിയാക്കി, രസമുണ്ട്, ഇതെല്ലാം കൂട്ടിയിട്ടാണ് നമ്മൾ ഊണ് കഴിക്കാൻ പോകുന്നത്. അതുപോലെ ഉണ്ടല്ലോ, എനിക്ക് മുന്നൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്. ഞാനത് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞൊന്നും ഓർക്കണില്ല. രച്ചൂസ് വ്ലോഗ് എന്നാണ് പേര്. രശ്മി രമേശ് അങ്ങനെ അടിച്ചാൽ കിട്ടും. ആ ഒരു യൂട്യൂബ് ചാനലിൽ ഈ പറഞ്ഞും കൂട്ട് വ്ളോഗും ഷോർട്സും ഫണ്ണി വീഡിയോ അല്ലേ എല്ലാം കൂടി മിക്സഡ് ആക്കിയിട്ട് ഇടയിൽ കുറെ മിസ്റ്റേക്സ് ഒക്കെ ചെയ്തിട്ട് ഒന്ന് ഫ്രീസ് ആയ മാതിരിയാണ്. സത്യം പറഞ്ഞാൽ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ഒരു സെക്കൻഡ് ചാനൽ എന്നുള്ള കാര്യത്തേക്ക് ചിന്തിക്കുക ചെയ്തത്. അപ്പോൾ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ദിവസം കൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് തന്നിട്ടുണ്ട്. അതിന് ഞാൻ നിങ്ങളടുത്ത് തീർത്താതിരത്ത് നന്ദിയും കടപ്പാടും പറയുകയാണ്. അതുപോലെ തന്നെ തുടർന്നും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ എന്നെ കൊണ്ട് പറ്റണമാതിരി വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമാവുണ്ടെന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. നമ്മളെ വ്ളോഗ് മുഴുവൻ കണ്ടവരോട് വീണ്ടും വീണ്ടും ഞാൻ നന്ദി പറയുകയാണ്. എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമുക്ക് 1-2 ആഴ്ചയും കൊണ്ട് ഇത്രയും വലിയൊരു ഫാമിലി ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ അത് വലിയ കാര്യം തന്നെയാണ്. നമുക്ക് ഓൾറെഡി ഒരു യൂട്യൂബ് ചാനലുണ്ട്, ഞാൻ പറഞ്ഞു തോന്നുന്നു ഈ വീഡിയോയിൽ, രശ്മി രമേശ് എന്ന് പറഞ്ഞിട്ടുള്ള രച്ചൂസ് വ്ളോഗ്. അതിൽ ഞാനൊരു 1000 സബ്സ്ക്രൈബർ ആവാൻ വേണ്ടിയിട്ടുണ്ടല്ലോ കുടുംബക്കാർക്ക്, കൂട്ടുകാർക്ക്, നാട്ടുകാർക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ഷെയർ ചെയ്യുക, ഏതെങ്കിലും വീഡിയോ ഷെയർ ചെയ്യുക, എന്നിട്ട് ചോദിക്കും ഒന്ന് സബ് ചെയ്യുമോ, ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഒക്കെ പറയും. അങ്ങനെ കുറേ കേട്ടിട്ടുണ്ട്. എന്നിട്ട് ഓല് ആന്ന് പറയും സബും ചെയ്യൂല. പിന്നെ ഓല് എന്താ പറയുക വേറുള്ളവർക്ക് അയച്ചു കൊടുത്തിട്ട് കളിയൊക്കെ എത്ര ചെയ്തേന്ന് അവിടെ ഒരു ചാനൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതും ഒക്കെ അവർ ഷെയർ പോവുമെങ്കിലും സബ് ആവണമെന്നില്ലല്ലോ. കളിയാക്കാനായിട്ടുള്ള ഷെയറുകൾ പോവും, ആരും സബ് ചെയ്യൂലല്ലോ. അപ്പം ഞാൻ തിരിച്ചറിഞ്ഞു, ഇമ്മക്ക് നമ്മളൊരു ചാനൽ തുടങ്ങുക, നമുക്ക് യോഗ ഉണ്ടെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെട്ട ആൾക്കാർ നമ്മളെ കൂടെ കൂടും. നമ്മളിങ്ങനെ ചോദിച്ച് പെരക്കി ആളെ കൂട്ടൊന്നും വേണ്ടാലോ. അങ്ങനെയൊക്കെ കുറേയേറെ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ, നമ്മളെ ഹോംലി വ്ളോഗ്സ് 11 എന്നുള്ള യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. സർവേശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് എൻ്റെ ചേച്ചിക്കും എൻ്റെ അമ്മയ്ക്കും മാത്രമേ ഞാൻ അയച്ചു കൊടുത്തിട്ടുള്ളൂ. ചാനലൊക്കെ തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് എൻ്റെ കെട്ടിയോന് വരെ ഞാൻ അയച്ചു കൊടുത്തത്. അവർക്ക് 2 ഷെയർ അപ്പം തന്നെ ചാനൽ തുടങ്ങിയ ഫസ്റ്റ് വീഡിയോ ഒട്ടേക്ക് തന്നെ ഷെയർ ചെയ്തിട്ട് ഇപ്പം തന്നെ സബ് ചെയ്യുമെന്ന് പറഞ്ഞു. എന്നാൽ ആരോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ യൂണിവേഴ്സും പിന്നെ എന്നെ സ്നേഹിക്കുന്ന ഇത്രയും ആൾക്കാരും എന്നെ സപ്പോർട്ട് ചെയ്തുല്ലോ ഒക്കെ അതിൻ്റെ അത്രമേ സന്തോഷമുണ്ട് കേട്ടോ. എനിക്ക് എന്തത് ഇത്രയും വലിയ പൊലിവിച്ചാലേ നമ്മളിപ്പോൾ കുറേ കാലമായിട്ടൊരു യൂട്യൂബ് ചാനൽ കൊണ്ടുനടക്കണതാണ്. നമ്മൾ വിചാരിച്ചൊരു പ്രോഗ്രസ് ഒന്നും ഇല്ലെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് അത്. ഞാൻ കഷ്ടപ്പെട്ട് മുക്കറായിട്ടിട്ടാണ് ആ ചാനൽ മോണിറ്റൈസേഷൻ ആക്കി അതിന് ഏണിങ്സ് മേടിച്ചത്. അതൊക്കെ എന്നെൻ്റെ ജീവനാണ്, അതിനെ ഞാൻ വിടൂല, അതിനെ ഞാൻ കൊണ്ടുനടക്കും. പക്ഷേ ആ ഒരു ചാനൽ തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞില്ല ആൾക്കാരോട് ചോദിച്ചതൊന്ന്, പിന്നെ അങ്ങനെ ഒരുപാട് കമൻ്റ് ഒന്നും എനിക്ക് വരുന്നുണ്ടായിരുന്നില്ല അതിൽ. എപ്പോഴേലൊക്കെ കുറച്ച് കമൻറ്റ് വന്നാലായി, അങ്ങനെയൊക്കെ പിന്നെ അധികം ബന്ധമില്ലാത്ത കമൻ്റൊക്കെ വന്നേന്ന്. പക്ഷെ ഇപ്പം നമ്മളിടുന്ന വീഡിയോസിന് കറക്റ്റ് നമ്മുടെ ഫാമിലി വ്ളോഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ അടുത്തേക്ക് പോകേണ്ടതാണല്ലോ നമ്മൾ ആ വീഡിയോ കണ്ടിട്ട് അതിനനുസരിച്ചിട്ടുള്ള കമൻറ്റുകൾ വരുന്നത്. അപ്പോൾ അതൊക്കെ എനിക്ക് വലിയ സന്തോഷങ്ങളാണ്. അതൊക്കെ വെറുതെ ഞാൻ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് കുറച്ച് സംസാരിക്കാമെന്ന് ഓർത്തിട്ട് ഇങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരത്തേക്ക് എല്ലാവർക്കും നല്ലൊരു